ശബരിമല വൈകാരിക വിഷയമായ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2019 നടന്നത്. 77.68% അന്ന് പോളിംഗ്. 40 വർഷത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു അത്. എന്നാൽ വാശിയേറിയ ത്രികോണ മത്സരങ്ങളും LDF UDF മത്സരങ്ങളും മിക്ക മണ്ഡലങ്ങളിലും നടന്നിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞു. കാരണം എന്തെന്ന് വിലയിരുത്താൻ പോളിംഗ് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ LDFനും UDFനും BJPക്കും കഴിഞ്ഞിട്ടില്ല. 6,48,404 വോട്ടുകളാണ് 2019 ഇത്തവണ കുറവ്. അതും ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരും LDF UDF കനത്ത പോരാട്ടം നടന്ന വടകരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. സ്വന്തം പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് മുന്നണികൾ തിരിച്ചറിയുന്നു. പക്ഷെ എന്തുകൊണ്ട് 6.5 ലക്ഷം പേർ ബൂത്തിലെത്തിയില്ല? ചൂട് ഒരു കാരണമാകാം. ശബരിമല പോലുള്ള അതിവൈകാരിക വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാകാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിനെതിരായ അനുഭാവികളുടെയോ നിഷ്പക്ഷരുടെയോ നിഷേധമാകാം. പോളിംഗ് ബൂത്തിലേക്ക് കേരളം നീങ്ങുന്ന മണിക്കൂറുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട CPM BJP ഒത്തുതീർപ്പ് രാഷ്ട്രീയമാകാം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകില്ലെന്ന ചിന്തയിൽ വിയോജിപ്പുള്ളവരുടെ പ്രതികരണമാകാം. വോട്ടെടുപ്പ് മന്ദഗതിയിലായപ്പോൾ മനം മടുത്ത് വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയവരാകാം. അങ്ങനെ കാരണങ്ങൾ എന്തുമാകാം. എന്തായാലും മുന്നണികളുടെ ഉറക്കം കെടുകയാണ്. ഓരോ വോട്ടും നിർണായകമാകുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ കുറഞ്ഞ വോട്ടിന് വലിയ വില നൽകേണ്ടി വരും. പ്രത്യേകിച്ചും പാർട്ടികളുടെ ഉറപ്പ് വോട്ടാണ് പോൾ ചെയ്യാതിരുന്നതെങ്കിൽ. എന്നാൽ ഇതൊരു വലിയ കുറവല്ലെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ആശ്വസിക്കുന്നു. ചില ബൂത്തുകളിൽ സ്വാഭാവികമാണ് ചില ഉദ്യോഗസ്ഥർ എല്ലാവരും ഈക്വൽ അല്ലല്ലോ. ചില ഉദ്യോഗസ്ഥർ സ്ലോ ആയിരിക്കും, ചില ഫാസ്റ്റ് ആയിരിക്കും. വടകരയിൽ സ്ലോ ആയിരുന്നു നമ്മൾ പരിശോധിക്കാം, അത് നോക്കാം. വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ കമ്മീഷൻ വലിയ പ്രചാരണമൊക്കെ നടത്തിയതിനാൽ ന്യായീകരിച്ച് മാത്രമേ പറയാൻ സാധിക്കൂ. മരിച്ച വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. എന്നാലും അത് 6.5 ലക്ഷം വോട്ടുകൾ വരുമോ എന്ന സംശയം ബാക്കി. കാരണം എന്തെന്നാൽ 5.25 ലക്ഷം പുതിയ വോട്ടർമാർ ഇത്തവണ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.